തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്. വാർത്തകൾ വിശദമായി. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ വേങ്ങര കച്ചേരിപ്പടി മേഖല സംയുക്ത മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും സംഗമവും സംഘടിപ്പിച്ചു. കച്ചേരിപ്പട, തുമരത്തി, പത്തുമൂച്ചി, കോരംകുളങ്ങര, മാട്ടിൽപ്പള്ളി, പറമ്പിൽപ്പടി, മനാട്ടിപ്പറമ്പ്, പുത്തനങ്ങാടി, അൽഫാറൂഖ, പാലച്ചിറമാട്, ചേറ്റിപ്പുറമാട് മഹല്ല് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധ റാലി നടന്നത്. വിവിധ മഹല്ലുകളിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രകടനം ചേറ്റിപ്പുറമാട്ടിൽ നിന്ന് തുടങ്ങി മാട്ടിൽ ബസാറിൽ സമാപിച്ചു. വഖഫ് ബോർഡിനെ ദുർബലമാക്കി, വഖഫ് ബോർഡിനെ ദുർബലമാക്കി, ഭരണഘടനയെ പിച്ചി നേടിയെടുത്തോ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് ഇന്ത്യൻ മണ്ണിൽ, ഞങ്ങളുണ്ട് ഇന്ത്യൻ മണ്ണിൽ. കരിനിയമങ്ങൾ ഓരോന്നായി ജനാധിപത്യ പോരാട്ടത്തിൽ അതിജീവിച്ച് മുന്നേറാൻ ഒരുക്കമാണ് ഇന്ത്യൻ ജനത. മുന്നേറാൻ ഞങ്ങൾ ഒരുങ്ങി വരുന്നുണ്ട്. വെള്ളപ്പടയുടെ വീരങ്കികളെ ധീരധീരം നേരിട്ട വീരന്മാരുടെ റാലിക്ക് NT അബ്ദുൽ നാസർ, CP മുഹമ്മദ് ഹാജി, കുഞ്ഞിമോൻ തങ്ങൾ പറമ്പിൽപ്പടി, NT ഷെരീഫ്, P മുഹമ്മദ് കുഞ്ഞി, P അബ്ദുള്ള, VT സുബൈർ, MK കുഞ്ഞാലൻ ഹാജി, TV ഇക്ബാൽ, AK കുഞ്ഞു, EV അബ്ദുസലാം, പാറയിൽ കുഞ്ഞുതങ്ങൾ, EK അഹമ്മദ് ഹാജി, മുഹാജിർ കച്ചേരിപ്പടി, KK മൊയ്തീൻകുട്ടി, കല്ലൻ മഖ്ബൂൽ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് മാട്ടിൽപ്പള്ളി പരിസരത്ത് നടന്ന പ്രതിഷേധ സംഗമം മണി നീലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഈ ഒരു അമെൻമെന്റ് ആക്ട് കൊണ്ടുവന്നു, വഖഫ് ഭേദഗതി ബില്ല് ഇപ്പൊ എന്തിനാ കൊണ്ടുവന്നു നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. ഞങ്ങളൊക്കെ വിചാരിച്ചു അത് നമ്മൾ മുനമ്പത്ത് സമരം ചെയ്യുന്ന ഒരുപാട് ക്രൈസ്തവ സഹോദരന്മാരുണ്ട്, നൂറുകണക്കിന് ആയിരക്കണക്കിന് സൈക്കിൾ സഹോദരന്മാർ മുനമ്പത്ത് വഖഫ് സ്വത്തിൽ ജീവിക്കുന്നുണ്ടോ ഇല്ലയോ ഞാൻ പറയുന്നില്ല. എന്തായിരുന്നാലും ആ സ്വത്ത് ഞങ്ങൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സമരം ചെയ്യുന്നുണ്ട്. ആ മുനമ്പത്ത് ക്രൈസ്തവ സഹോദരന്മാർ വിചാരിച്ചു ഈ ബില്ല് കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്ത് തിരിച്ചു കിട്ടും എന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ രാജ്യം വിട്ട് നിങ്ങൾ പോകരുത്. ആ അഭ്യർത്ഥന ഫലമായിട്ട് ഒരുപാട് ആളുകൾ തിരിച്ചു വരികയാണ്. തുടർന്ന് നമ്മുടെ ബംഗാളിൻ്റെ അതിർത്തി വെച്ചിട്ട്, അതുപോലെ തന്നെ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ വെച്ചിട്ട് ഹിന്ദു മുസൽമാൻ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യൂക്ക് കല്ലേറ് മുസൽമാന്മാരെ ഇവിടുന്ന് നാട് കടത്താനുള്ള പരിപാടി ആരംഭിച്ചിരിക്കുകയാണ് എന്നുള്ള സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഈ രാജ്യം എന്ന് പറയുന്നത് ഹിന്ദുവിൻ്റെ രാജ്യമല്ല, ഈ രാജ്യം എന്ന് പറയുന്നത് മുസൽമാന്റെ രാജ്യമല്ല, യഹൂദന്റെ രാജ്യമല്ല, ക്രൈസ്തവന്റെ രാജ്യമല്ല, ബുദ്ധമതക്കാരുടെ രാജ്യമല്ല, പാർസിയുടെ രാജ്യമല്ല, ജൈനമതക്കാരുടെ രാജ്യമല്ല. കുഞ്ഞിമോൻ തങ്ങൾ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. NT കുഞ്ഞുട്ടി, K രാധാകൃഷ്ണൻ മാസ്റ്റർ, KC മുരളി, ഫസലുർ റഹ്മാൻ ഫൈസി, ഷെരീഫ് ദാരിമി, പറമ്പിൽ അബ്ദുൽ ഖാദർ, NT ഷെരീഫ്, ബഷീർ പുല്ലമ്പലവൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഇതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയും
മറ്റ് ജനാധിപത്യ മതേതര വിശ്വാസികളും ആയ നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കുക എന്ന കർത്തവ്യം ഏറ്റെടുത്തേ മതിയാവും. മാത്രമല്ല, ഇതെന്തിനാണ് നമ്മൾ നടത്തുന്നത്? നമുക്കറിയാം, ഇവിടെ നേരത്തെ ഒക്കെ സൂചിപ്പിച്ച പോലെ നമ്മൾ ഏക സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഈ മണ്ണിൽ നമ്മളുടെ ഇടയിലേക്ക് വിഭജനത്തിന്റെ വിത്ത് പാകിക്കൊണ്ട് ഇവിടെ ഒരു സംഘർഷം ഉണ്ടാക്കി അതിൽ നിന്ന് മുതലെടുക്കാനും ഭരണത്തെ മുന്നോട്ട് നയിക്കാനുമുള്ള മോഡിയുടെയും അമിത്ഷായുടെയും ഗൂഢതന്ത്രങ്ങളാണ്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. ഇതിനെതിരെയുള്ള പ്രത്യക്ഷ സമരങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടി വരും. ഇത് സൂചനയാണ്. ഈ സൂചനകളെല്ലാം പ്രക്ഷോഭങ്ങളുടെ ഭാഗമാണ്. നമുക്കറിയാം, ഇത് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ വിധിയില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്ത് ഇത് വലിയ കോലാഹലങ്ങൾക്കും ബഹളങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഇടവരുത്തുന്ന ഒരു ബില്ലായി മാറും. അപ്പൊ അതിനുള്ള അവസരം കൊടുക്കാതെ ഇങ്ങനെ പ്രക്ഷോഭങ്ങളുടെ മുന്നണി പോരാളികളായിക്കൊണ്ട് ഇതിനുള്ള പ്രതിഷേധങ്ങൾ നടത്തി ഇത് ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയുടെ കണ്ണു തുറപ്പിച്ചുകൊണ്ട് നമുക്കിനിയും ഈ രാജ്യത്ത് സമാധാനത്തോടെ ജീവിക്കാനുള്ള ഈ ഉദ്യമത്തിൽ മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളും പങ്കാളികളാകണമെന്നും ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഈ രാജ്യത്തെ ആരാധനാലയങ്ങൾ അത് ഹൈന്ദവന്റേതായാലും മുസ്ലിമിൻ്റെതായാലും ക്രിസ്ത്യാനികളുടേതായാലും ഇപ്പൊ നിലവിലുള്ള ഈ വ്യവസ്ഥകൾ മാറ്റിക്കൊണ്ട് ഒരു നിയമവും ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കാൻ നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. അതിനുള്ള സമരരംഗത്ത് നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കണമെന്നും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് എന്റെ പ്രസ്ഥാനത്തിന്റെ പിന്തുണ അറിയിച്ചുകൊണ്ട് ന്യൂസ് ബ്യൂറോ വേങ്ങര.